തൽക്കാലം കിട്ടിയ പവറോടെ ഇരിക്കട്ടെ. മമ്മിയിൽ നിന്ന് കൂടുതൽ പവറൊന്നും സ്വീകരിക്കാൻ നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ? എന്താ? സിത്താര മേഡത്തിൽ നിന്ന് കൂടുതൽ പവർ സ്വീകരിച്ചാലേ താനിപ്പോ എന്റെ കൂടെ നടക്കുന്ന ഗാഥയാവില്ല. മറിച്ച് പഴയൊരു ഗാഥ ഉണ്ടായിരുന്നില്ലേ, ആക്സിഡന്റിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരാള്, അതായിട്ട് മാറിപ്പോവും. ആ ഗാഥയെ നവീൻ ഇഷ്ടമായിരുന്നല്ലോ. ഇഷ്ടമായിരുന്നു, പക്ഷേ പുതിയ ഗാഥയോട് അതിനേക്കാൾ ഏറെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്റെ ഇപ്പോൾ ഉള്ള രീതികളൊന്നും ചേഞ്ച് ചെയ്യണ്ട. ആ നാശം പിടിച്ചവളെ പോലെ ഞാൻ പെരുമാറണമെന്നാ പറയുന്നേ. കഷ്ടം. എന്തേ ആലോചിക്കുന്നു? ഒന്നുമില്ല. നവീൻ ഇത് കുടിച്ചോ. ഇന്നത്തെ പോലെ ഇതിന്റെ പാതി തനിക്ക് തരട്ടെ. എന്ത്? എടോ, ഇന്നലെ മണിയറിലേക്ക് വന്നിട്ട് താൻ പാല എന്റെ നേരം നീട്ടിയപ്പോഴാണല്ലോ ഉണ്ടായിരുന്ന ബോധം തനിക്ക് പോയത്. അല്ല, വേണ്ട വേണ്ട, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഓർത്തുപോയാൽ അത് ഇത്രയും നേരം എന്റെ കൂടെ നടന്നിട്ട് മമ്മിയുടെ അടുത്തെത്തി എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആള് വീണ്ടും ഡൗൺ ആവും. സോ ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതൊരിക്കലും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസേ നമ്മുടേതാ. യെസ്, ഈ കോൺഫിഡൻസ് മമ്മിയുടെ അടുത്ത് വന്നപ്പോ കിട്ടിയതാണെങ്കിൽ അതിരുന്നോട്ടെ, ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോ ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി. യെസ്, ഇന്നാണ് എല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്. സോ പകലിന് നീളം കുറയട്ടെ, രാത്രി പെട്ടെന്ന് വരട്ടെ, അല്ലേ? എടോ, സോറി, ഒരു ചെറിയ കട്ടുറുമ്പ്. എന്താ? നമ്മുടെ മാണിക്കുഞ്ഞന്നെ, അയാൾക്ക് 1-2 മെയിലിന് റിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് 2-3 മിനിറ്റ്സ്. ഞാനിപ്പോ വരാം. എന്താ നവീൻ ഇത്? നമ്മള് എന്ത് രസമായിട്ട് സംസാരിച്ചു വരുമായിരുന്നു. അതിനെന്താടോ? ദേ, ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ബാക്കിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ജീവിതം മുഴുവനും നമ്മുടെ മുമ്പിലില്ലേ? നമുക്ക് സംസാരിക്കടോ. സംസാരിച്ച് അങ്ങ് ആഘോഷികളെ പോരെ. ഞാനിപ്പോ വരാം.